ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർപ്പൂവിൻ്റെ ഏറ്റവും പുതിയ പ്രമോവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതിനെ കുറ്റക്കാരിയാക്കി ചന്ദ്ര രക്ഷപ്പെടാണ്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ഭക്ഷണം എടുക്കുന്ന സമയത്ത് ചന്ദ്ര രേവതിയോട് ചോദിക്കുന്നുണ്ട്, ഇനി വല്ല പഴുതേരനെ മറ്റോ ഇട്ടിട്ടാണോ നീ ഭക്ഷണം ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ചന്ദ്രയോട് രേവതി നല്ല മറുപടി തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇന്ന് പഴുതേരനെ കിട്ടിയില്ല, പകരം ഞാൻ 2 തവളനിട്ട് പാചകം ചെയ്തിട്ടുണ്ട്, ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ രേവതി നല്ല മറുപടി കൊടുക്കുന്നുണ്ട് ചന്ദ്രയ്ക്ക്. ഇത് മാത്രമല്ല, മറ്റുള്ളവർക്കൊന്നും തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നില്ല രേവതി, അച്ഛന് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം രേവതി ഉണ്ടാക്കുന്ന ഭക്ഷണം രേവതിന് ആർക്കും വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രേവതി പറയുന്നുണ്ട്, ഇവിടെ എല്ലാവർക്കും എൻ്റെ വിശ്വാസം ഇല്ലല്ലോ, ഞാൻ ഭക്ഷണം പല്ലിനിട്ടു എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് തന്നെ ഞാൻ അച്ഛന് മാത്രമേ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും മറ്റുള്ളവരൊക്കെ ശരിക്കും പെട്ടിരിക്കുകയാണ് രേവതി, അവർക്കൊന്നും ഭക്ഷണം ഇല്ല വയ്ക്കാതെ ഇരുന്നപ്പോൾ. ശ്രുതി ചോദിക്കുന്നുണ്ട്, അതല്ല സാഹചര്യ തെളിവുകൾ മുഖേന രേവതി തന്നെയാണ് കുറ്റം ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ, എന്ത് സാഹചര്യ തെളിവ്, ഒന്ന് പോയെന്ന് പറഞ്ഞിട്ട് നല്ല മറുപടി ശ്രുതിനോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം വീണ്ടും ഫിനാൻസുകാരൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് രേവതി. അപ്പോൾ രേവതിയോട് പറയുന്നുണ്ട്, നിന്നോട് പറഞ്ഞതല്ലേ സച്ചിക്ക് ഇനി വാടകക്കാർ ഓടിക്കാൻ കൊടുക്കൂല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് ശ്രുതിനെ അവിടെ വെച്ച് കണ്ടുമുട്ടാണ് കേട്ടോ. ആ ഫിനാൻസുകാരൻ്റെ ഭാര്യയ്ക്ക് മസാജൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രുതി അവിടേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ ശ്രുതി രേവതി കൂട്ടിമുട്ടുന്നൊരു ഭാഗത്തോടുകൂടി പ്രമോ അവസാനിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.